എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പേർപ്പിൾ തീമിലുള്ള ജേണൽ കിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ജേണൽ കിറ്റ് ഇല്ലാത്ത പരാതി നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തായാലും മാറ്റാം. പാറ്റേൺ പേപ്പർ, വാഷി ടേപ്സ്, ലേബൽ, സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, മെമോ പാഡ്സ്, ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ വീഡിയോ മിസ് ചെയ്യണ്ട. അധികം ഇൻട്രോ ഒന്നും പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് സ്റ്റിക്കേഴ്സ് തുടങ്ങാം. ഇതിൽ 4 ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ എന്തായാലും എളുപ്പമുള്ള ആദ്യം സ്റ്റാർട്ട് ചെയ്യാമല്ലേ. നമുക്ക് ആദ്യം ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഒരു പീസ് പേപ്പർ ഇവിടെ 4 ഈക്വൽ പാർട്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അതിലൊക്കെ ഈക്വൽ സൈസിൽ വരുന്ന സർക്കിൾ വരച്ചു കൊടുക്കുക. ലൈറ്റ് കളർ എടുത്ത് ഫോൾഡ് ചെയ്തതിന്റെ ടോപ്പിലായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് റോസ് കളർ എടുത്ത് ഫസ്റ്റ് എടുത്ത് ലൈറ്റ് ലാവൻഡർ കളറിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി ഡാർക്ക് ബ്ലൂ മിക്സ് ചെയ്താൽ അടുത്ത ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 2 പീസ് പേപ്പറിൽ 4 ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ നേരാണ് ക്ലിപ്സ് ഞാൻ പോസ് ചെയ്ത് പിന്നെ റെക്കോർഡ് ആക്കിയില്ല എന്ന് മനസ്സിലായേ. അവിടെ ഇവിടെയും കട്ടായിട്ടാണ് കിടക്കുന്നത്. വല്ലാത്ത അബദ്ധമായി പോയി. അതുകൊണ്ട് എന്തായാലും പേർപ്പിൾ ഷെയ്ഡ് കയ്യിലില്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ടുള്ള മിക്സിങ്ങിന്റെ വീഡിയോ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇനി ആക്രിലിക് കളർ ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എനിക്കറിയാവുന്ന വഴികൾ കൂടെ ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് പറയാം. സോ എൻ്റെ വരെ എന്തായാലും കാണാൻ മറക്കണ്ട. എന്തായാലും റൗണ്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെയിന്റ് കംപ്ലീറ്റ് ഉണങ്ങാതെ ചെയ്തുകൊണ്ട് തന്നെ സാധനം പരസ്പരം നല്ലപോലെ ഒട്ടിപ്പിടിച്ചു. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നല്ല പണിയായിരുന്നു. അതുകൊണ്ട് അവസാനം എല്ലാം സെപ്പറേറ്റ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. ഒരു ആർഭാടത്തിന് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ഡോട്ടർ സ്റ്റിക്കേഴ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഈ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഒട്ടുമിക്ക എല്ലാ ജേണൽ കിറ്റിലും കാണലുള്ളതാണ്. കഴിഞ്ഞ തവണ ഒട്ടിപ്പോയതുകൊണ്ട് ഇത്തവണ ഓരോന്നും സെപ്പറേറ്റ് മുറിച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പരസ്പരം പെയിന്റ് ഫേസ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ഒട്ടിപ്പിടിക്കുന്നത്. ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി അതേപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അങ്ങനെ ഫൈനലി നമ്മൾ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റിക്കറിന്റെ പേര് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് വല്ല ഡൂഡിൽ സ്റ്റിക്കേഴ്സ് അങ്ങനെ വല്ലതും വിളിക്കാം. ജസ്റ്റ് കുറച്ച് സർക്കിൾ ഷേപ്സ് വരയ്ക്കണം. ഇങ്ക് സ്പ്രെഡ് ആകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ബട്ട് നല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തിരി മാത്രമേ ഷേപ്പ് ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും കട്ട് ചെയ്തെടുത്താൽ പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ബ്രഷ് പെൻ ഉള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സർക്കിൾ വരച്ച ശേഷം അകത്തു കൂടെയൊക്കെ കുറച്ച് ഡൂഡിൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലോറൽ ഷേപ്സിൽ വരുന്ന ഡൂഡിൽസ്, ലീവ്സിന്റെ ഷേപ്പിൽ വരുന്ന ഡൂഡിൽസ്, അങ്ങനെ കുറച്ച് വരച്ചു കൊടുക്കുക. പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമില്ല. എന്ത് വരച്ചാലും അവസാനം ഭംഗിയായി കിട്ടും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒട്ടിച്ച് വെക്കാനായിട്ട് വാൾപേപ്പർ വാങ്ങിച്ചതിന്റെ ബാക്കിൽ വരുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതാ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞില്ല. ആവശ്യമുള്ളപ്പോൾ ഗ്ലൂ എടുത്ത് ഒട്ടിക്കുക, അത്ര മതി. ഇതെന്തായാലും അറേഞ്ച് ചെയ്ത രീതി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. പിൻട്രസ്റ്റിൽ കയറിയാൽ നല്ല നല്ല കോഡ്സ് കിട്ടും. ഇനി കോഡ് സ്റ്റിക്കേഴ്സ് എന്ന് തന്നെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ചെറിയ ചെറിയ കോഡ്സും കിട്ടും. സോ പേപ്പറിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഓർഡർ ഒന്നും ഇല്ലാതെ ഓരോ ഷേപ്പ് കിട്ടാൻ പാകത്തിന് വേണം എഴുതി കൊടുക്കാൻ. ഞാനിവിടെ പേർപ്പിൾ, ബ്ലാക്ക്, ബ്ലൂ ഈ 3 പെന്ന് വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. പേർപ്പിൾ ആയതുകൊണ്ട് അതേ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് കളർ എടുത്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ കിട്ടും. എഴുതി തീർത്ത് എല്ലാത്തിൻ്റെ ചുറ്റും ഓരോ ഷേപ്സ് വരച്ചു കൊടുക്കണം. ജസ്റ്റ് സർക്കിൾ, റെക്ടാങ്കിൾ, ക്ലൗഡ്സിൻ്റെ ഒക്കെ ഷേപ്പ്, അങ്ങനെ കുറച്ച് റാൻഡം ഷേപ്സ് വരച്ചു കൊടുക്കുക. ഇതെല്ലാം ചെറിയ ബോർഡർ കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുക.
പർപ്പിൾ വയൽ ഷെയ്ഡുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്ന രീതിക്കൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് തോന്നുന്ന പോലെയൊക്കെ കളർ ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ ഗ്ലൂ ഒന്നും ആക്കുന്നില്ല, ആവശ്യമുള്ള ടൈമിൽ ഗ്ലൂ ആക്കി സ്റ്റിക്ക് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. പേരിന് ഭംഗിക്ക് നമ്മൾ ഇതിനൊന്ന് കവറിലിട്ട് കൊടുക്കുന്നുണ്ട്. ആർഭാടത്തിന് ഒട്ടും കുറവ് വേണ്ട. ഇപ്പൊ ആകെ മൊത്തം നമ്മുടെ കയ്യിൽ 4 ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സീരിയസ്ലി മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് കുറച്ച് ലേബിൾസ് ഉണ്ടാക്കാം. ലേബിൾസ് ചെയ്യാനായിട്ട് കുറച്ച് ഷേപ്സ് വരച്ചു കൊടുക്കണം. റെക്ടാങ്കിൾ വരച്ച് സൈഡ്സ് കർവ് ചെയ്ത് കൊടുക്കുക, കോർണർ കട്ട് ചെയ്ത് ലൈൻസ് വരയ്ക്കുക, സർക്കിൾ ഷേപ്പ്, ഓവൽ ഷേപ്പ്, അങ്ങനെ എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. പിൻട്രസ്റ്റ് നോക്കിയാൽ ഒരുപാട് അധികം ഷേപ്സിന്റെ റെഫറൻസ് കിട്ടും. ഇനി വരച്ച ഷേപ്സിനകത്തായിട്ട് ഡോട്ടഡ് ലൈൻസ്, ബോൾഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഐഡിയ വെച്ച് ചെയ്താൽ മതി, ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഔട്ടർ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. വാട്ടർ കളറോ, ഡയലൂട്ട് ചെയ്ത ആക്രിലിക് പെയിന്റോ, പോസ്റ്റർ കളറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഒന്ന് ഔട്ടർ സൈഡിൽ കുറച്ച് ബോർഡർ നിർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലേബിൾസ്. ലേബിൾസ് ആണെന്ന് അറിയിക്കാനായിട്ട് വേണമെങ്കിൽ കവറിലിട്ട് നമുക്ക് ലേബിൾസ് എന്നൊക്കെ എഴുതി കൊടുക്കാം. ഇനി ആർക്കെങ്കിലും കണ്ട് മനസ്സിലായില്ലെങ്കിലോ? ചെറുതായിട്ട് എഴുതിയൊന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ആയി പോയാണ്ടാണ് റൈറ്റ് സൈഡിൽ കുറച്ച് ഹാർട്ട് വരച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. എൻ്റെ കയ്യിലുള്ള പേർപ്പിൾ ജേണൽ കിറ്റിൽ പോലും ഇല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത്. ഒന്നിനൊട്ടും കുറവ് വേണ്ട. പാറ്റേൺ പേപ്പർ ഇല്ലാതെ പിന്നെ ജേണൽ കിറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാം. ബ്രഷ് പെൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്കെയിൽ പെട്ടെന്ന് എടുത്താൽ ഇങ്ക് സ്പ്രെഡ് ആവും. അതുകൊണ്ട് പയ്യെ നോക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ ഗ്രിഡ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഹെവി ആയിട്ട് ടൈം എടുക്കുന്നൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്കെയിൽ വെച്ച് ചെയ്യുന്നതിൽ നല്ലത് ഫ്രീ ഹാൻഡ് ആണെന്ന് തോന്നിയോണ്ട് ഞാൻ അടുത്ത മുതൽ അങ്ങനെ ചെയ്തേ. മൂന്നാമത്തെ ചെയ്യാനായിട്ട് നേരത്തെ പോലെ തന്നെ ലൈൻസ് വരയ്ക്കുക. കൂടെ ഓരോ ലൈൻസിന്റെ ഇടയിൽ കൂടെ പെൻ വെച്ച് കൂടെ വരച്ചു കൊടുക്കുക. അടുത്തതും വരച്ച ശേഷം അതിനകത്ത് പെൻ വെച്ചുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരെണ്ണത്തില് നമുക്ക് ചരിച്ച ലൈൻസ് വരച്ചു കൊടുക്കാം. അടുത്തതിലും ഇതേപോലെ തന്നെ ബട്ട് അടുത്ത കോർണറിൽ നിന്നൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് കുറച്ച് കർവി ലൈൻസ് വരച്ചു കൊടുക്കാം. കുറച്ച് ഡോട്ട്സ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പാറ്റേൺ പേപ്പറും റെഡിയായി. വൈറ്റിലുള്ള പണികൾ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കളറാക്കാം. ഡാർക്ക് റോസും ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പം എടുക്കുന്നത്. ഈ റോസ് കളറിൽ പേർപ്പിൾ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പേർപ്പിൾ എന്ന് പറയുന്ന പേർപ്പിൾ ശരിക്കും പേർപ്പിൾ അല്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷനായി. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു നല്ല കളർ കിട്ടും. അത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ബ്ലൂ ആഡ് ചെയ്താൽ അടുത്ത ഷെയ്ഡ് കിട്ടും. കളർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി റോസ് ഇല്ലെങ്കിൽ റെഡ് കളർ വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. റെഡും ബ്ലൂവും മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് വൈറ്റ് ചേർത്ത് വേണ്ട ഷെയ്ഡിൽ എത്തിക്കാം. ഇത് നമ്മൾ ന്യൂസ് പേപ്പറിലാണ് അടിച്ചു കൊടുക്കുന്നത്. ആക്രിലിക് ആയതുകൊണ്ട് അടിയിൽ പ്രിന്റ് കാണുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മൾ ആദ്യം കളർ ചെയ്ത് വെച്ച പേപ്പർ ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുക്കാം. ഞാൻ വരച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഉണങ്ങി കഴിഞ്ഞപ്പോൾ കാണാൻ കൊള്ളാട്ടോ. ഇനി ഒരു സ്പോഞ്ചോ ഫോം ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒപ്പിച്ച് അത് നോക്കി നമുക്കൊരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഒരു കളർ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സിഗ്സാഗ് പാറ്റേൺ ചെയ്യാത്തതുകൊണ്ട് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി അവസാനം ഞാൻ തന്നെ അത് കൊളാക്കി. അപ്പം എന്തായാലും പേപ്പർ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ബാക്കിൽ കളർ ചെയ്തെടുത്തു. പെയിന്റ് എടുത്ത് വെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ബ്രഷ് പെന്ന് വെച്ച് അങ്ങനെ കളർ ചെയ്തെടുത്താണ്. എന്നിട്ട് അവനൊന്ന് ചുരുട്ടി കൂട്ടിയാ ക്രംബിൾഡ് പേപ്പർ, റിങ്കിൾഡ് പേപ്പർ അങ്ങനെയൊക്കെ വിളിക്കില്ലേ, ആ പേപ്പർ നമുക്ക് റെഡിയായി കിട്ടും. ബേസിക്കലി നമ്മൾ 14 പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി, A4-നെ 4 കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അതിന്റെ സൈസ്. ഇനി നമുക്ക് കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുത്ത് അതിനെ 2 കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഓരോന്നിലും 2 ഷെയ്ഡ് കളർ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് വൈറ്റ് നമുക്ക് 3 കളറായി. ഇതെല്ലാം ഓരോ സെന്റിമീറ്റർ വീതം വരുന്ന സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തീർന്നു കിട്ടാനായിട്ട്. ഒരുമിച്ച് കട്ട് ചെയ്താൽ ഇത്തിരി നീങ്ങിയ പോലും സൈസ് കറക്റ്റ് ആവില്ല. സോ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. അങ്ങനെ സ്ട്രിപ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചപ്പോൾ 3 പീസിന്റെ 2 സെറ്റും 4 പീസിന്റെ ഓരോ സെറ്റും വെച്ച് കിട്ടുന്നുണ്ട്. സോ 4 പീസ് വരുന്നത് വെച്ച് പാറ്റേൺ ഒന്നും ഇല്ലാത്ത 2 വാഷി ടിപ്പാണ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്സ് ഒക്കെ ഒന്ന് പരസ്പരം ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് 2 റിങ് ഉണ്ടാക്കുക. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കണേ. ഏതെങ്കിലും ചെറിയ റൗണ്ട് സർഫസിൽ ചുറ്റുകെടുത്താൽ മതി. സോ എല്ലാം ഒരേ സൈസിൽ കിട്ടും. ഇനി അറ്റത്ത് ഗ്ലൂ ആക്കി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ക്യാമറ ഇത്രയും ക്ലോസ് ആയിട്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ റെഡിയാക്കാട്ടോ. ഇനി ഒരു പീസ് സ്റ്റോപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് വേണ്ടപ്പോൾ ഇതേപോലെ വലിച്ചെടുക്കാം, ഊരി പോരില്ല. ടേപ്പ് റെഡിയാക്കാൻ പഠിച്ച സ്ഥിതിക്ക് ബാക്കി പാറ്റേൺസ് കൂടെ കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതിലും ഇതേപോലെ വരച്ച് പിന്നെ അതിനെ ക്രോസ് ആക്കി വരച്ചു കൊടുക്കുക. അടുത്തതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനിയുള്ളതിൽ കുറച്ച് ചെക്ക് പാറ്റേൺസ് ആണ് വരച്ചു കൊടുക്കുന്നത്. ഇതിനൊക്കെ ബ്ലൂയിങ് എടുത്താലും മതി കേട്ടോ. ഇനി വൈറ്റിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കാം. അടുത്തതിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ടൈം എടുക്കട്ടോ ഇതൊക്കെ ഒന്ന് ചെയ്തു തരാനായിട്ട്. അടുത്തതിൽ വലിയ ലൈൻ ചെറിയ ലൈൻ അതായിരുന്നു പ്ലാൻ. ബട്ട് എന്തോ ഒരു കുറവ് തോന്നിയുണ്ട് ചെറിയ ലൈൻസിൻ്റെ എണ്ണം കുറച്ച് കൂട്ടി. അപ്പോൾ ഓക്കെ ആയി. അവസാനം ദേ അടിപൊളി 9 വാഷി ടേപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ജേണൽ കിറ്റിൽ ആകെ 2-3 കാണുള്ളൂ, ബട്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. സ്റ്റാമ്പ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു A4 ലോങ് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ലൈറ്റ് നല്ല പോയതുകൊണ്ട് ഞാൻ 2 ചെയ്യാൻ നിന്നില്ല. കത്രിക വെച്ചിട്ട് സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ പേപ്പർ പഞ്ച് ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താൽ മതി. അതായിരിക്കും ഇത്തിരി എളുപ്പം. പേർപ്പിൾ തീമിൽ എനിക്ക് നല്ല റെഫറൻസ് ഒന്നും കിട്ടിയില്ല. ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെഫറൻസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. ആദ്യം കൊള്ളാവോന്ന് കരുതി, പക്ഷെ കാണാൻ കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാമ്പ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആർഭാടത്തിന് കവറിലിട്ട് കൊടുത്തേക്കാം. നോട്ട് പേപ്പർ, മെമ്മോ പാഡ് ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അത് ചെയ്യാം. പൊതുവേ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ചെറുതും റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന 2 വലുതും അങ്ങനെയാണ് കിറ്റിൽ കാണല്. സൈസൊക്കെ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. DIY ചെയ്യുമ്പോൾ ഇഷ്ടത്തിനൊക്കെ എടുത്താൽ മതി. സ്ക്വയർ പേപ്പറിൽ ഇതേപോലെ പുറമേ മാത്രം വരച്ചു കൊടുക്കുക. എല്ലാം 4 പീസ് വെച്ച് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അടുത്ത ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് ലാവൻഡർ കളറിൽ പേപ്പറിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കളർ അങ്ങനെ വിസിബിൾ അല്ല. ഇനി അത് ഉണങ്ങാൻ നേരം നമുക്ക് അടുത്തത് ചെയ്യാം. ഇപ്പോഴത്തെ കളറിൽ കുറച്ച് റോസ് മിക്സ് ചെയ്താൽ ഇത്ര ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം.
അത് നമ്മൾ ബാക്കി ഷീറ്റിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണത്തിൽ ടു ഡു ലിസ്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് പോയിന്റ്സ് കാണിക്കാനായിട്ട് ഒരു സ്റ്റാറിന്റെ ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ഈസി ആവുമല്ലോ. ഇനി ഓരോ സ്റ്റാറിന്റെ നേരെയും ഓരോ ലൈൻസ് കൂടെ വരച്ചു കൊടുക്കാം. ഈ പേർപ്പിൾ പെൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ബ്ലൂ ആയാലും മതി. ഇതിലിപ്പോൾ എന്തായാലും ഞാൻ ബ്ലൂ വെച്ചുകൂടെ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് കാണിച്ചു തരാം. രണ്ടും അങ്ങനെ വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. ചെറിയ ഷെയ്ഡ്സിന്റെ മാത്രമേ ഉള്ളൂ, ഭംഗിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അടുത്ത സെറ്റില് ആദ്യം ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് നോട്ട്സ് എഴുതി കൊടുക്കാം. ഇങ്ങനെ ടുഡോ നോട്ട്സോ അങ്ങനെയൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, വെറുതെ ബ്ലാങ്ക് ആയിട്ടാലും മതി. ഫസ്റ്റ് ഞാൻ കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരച്ചു കൊടുത്തു. അത് അത്യാവശ്യം നല്ല രീതിക്ക് പണിയാണ്. സോ അടുത്തതിൽ ഞാൻ അത് ലൈൻസ് ആക്കി. കാണാൻ ഭംഗിയും എനിക്ക് ലൈൻസ് ആണ് തോന്നുന്നത്. ഇതും നമ്മൾ പേർപ്പിൾ ഇങ്കും ബ്ലൂ ഇങ്കും വെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രകടമായ മാറ്റമൊന്നും ഇതിനും കാണാനില്ല. വല്ലാതെ മിനിമലായി പോയോന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഡോട്ട്സ് വരച്ചു കൊടുത്ത് നോക്കി. അതെന്തായാലും നല്ലൊരു തീരുമാനമായി തോന്നിയതുകൊണ്ട് ഞാൻ അടുത്ത പരീക്ഷണത്തിന് മുതിർന്നു. സത്യം പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് നല്ല മോഡൽ മഴയും പെട്ടെന്ന് വന്നുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോസ് പല പല ഭാഗത്ത് പല പല കളറിൽ കാണുന്നത്. ഡോട്ട്സ് ഇട്ടത് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ഇതുകൂടെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആയില്ലേന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു പരീക്ഷണത്തിന് മുതിർന്നു. ഇതും വലിയ തരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അടുത്തൊരു ഐഡിയ തോന്നിയത്. നമ്മൾ കൊളാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, അതിലിങ്ങനെ ഒരു ബോർഡർ കൊടുത്തു നോക്കി. പിന്നെ അങ്ങോട്ട് പരീക്ഷിക്കാനൊന്നും നിന്നില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ നോട്ട് പേപ്പേഴ്സ്. എല്ലാ ചാനൽ കിറ്റിന്റെ സെറ്റിലും 2 എൻവലപ്പ് കാണലുണ്ട്. നമുക്ക് ഒട്ടും കറക്കണ്ട, 2 എൻവലപ്പ് തന്നെ ഉണ്ടാക്കാം. ഒരു A4 ഷീറ്റ് വെച്ച് 2 എണ്ണം ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു A4 ഷീറ്റിന്റെ സൈസ് അധികമാണ്, അതുകൊണ്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതും സൈസ് വേണ്ട പോലെ എടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. സൈഡിൽ ഗ്ലൂ ആക്കി ഒട്ടിച്ചു കൊടുത്ത് ആ പോർഷൻ ജസ്റ്റ് ഒന്ന് സെന്റർ ആവുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. താഴെ വരുന്ന പോർഷൻ ഒന്ന് മടക്കി കൊടുക്കണം. സൈഡ്സ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് ഒരു പീസ് കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്ന പോർഷൻ ഗ്ലൂ ആക്കി ഒട്ടിച്ചു കൊടുക്കുക. അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയാവും. ടോപ്പിലെ പോർഷനും താഴെ ചെയ്ത് അതേപോലെ തന്നെ, ബട്ട് സൈസ് ഇത്തിരി കൂട്ടി കൊടുക്കണം. സോ അങ്ങനെ നമ്മൾ 2 എൻവലപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഹാർഡിന്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. നേരെ ഒന്നും വരച്ചിട്ടില്ല, പെട്ടെന്ന് വരച്ചെടുത്താണ്. കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാൻ കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തേൽ ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻവലപ്പ് ആക്കുന്നതിന് മുന്നേ തന്നെ കളർ ചെയ്തെടുത്താലും മതി. ഞാൻ ഇതിലും പാറ്റേൺ കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അവസാനം റെക്കോർഡ് ചെയ്ത കൂട്ടത്തിലുള്ളതായതുകൊണ്ട് ഈവനിങ് ആയപ്പോഴേക്കും ലൈറ്റ് തീരെ കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്രേഡിയന്റിൽ ഒതുക്കി. ജസ്റ്റ് 2 കളർ എടുക്കണം. മുകളിൽ നിന്ന് ലൈറ്റർ ഷെയ്ഡ്, താഴെ നിന്ന് ഡാർക്കർ ഷെയ്ഡ്. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രേഡിയന്റ് കിട്ടും. അങ്ങനെ 2 എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഗ്രേഡിയന്റ് ആണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടെ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കാം. 2 സൈസിൽ എടുക്കുന്നുണ്ട്. രണ്ടിലും ഒരു ഫ്രെയിമിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. കട്ട് മാറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. സിസേഴ്സ് വെച്ചാണെങ്കിൽ സെപ്പറേറ്റ് ഓരോന്ന് കട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ എഡ്ജസ് വലിയ വൃത്തി ഉണ്ടാവില്ല. പിന്നെ ഇത്തിരി തിക്നെസ് ഉള്ള പേപ്പർ ആവും ചെയ്യാനായിട്ട് ഇത്തിരിയൂടെ നല്ലത്. ഡ്രോയിങ് ഷീറ്റോ ഐവറി ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി അതില്ലാത്തവരാണെങ്കിൽ A4 വെച്ചും ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ A4 ഷീറ്റ് എടുത്തിട്ടില്ലേ. വലിയ ഫ്രെയിംസ് 2 ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണത്തില് 2 ഡയറക്ഷനിലായിട്ട് ചരിച്ച ലൈൻസ് വരയ്ക്കുക. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ കുറച്ചേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഞാൻ വേറൊരു ഷെയ്ഡാണ് എടുത്തത്. അതുകൊണ്ട് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി അലമ്പായിട്ട് തോന്നുന്നുണ്ട്. ജസ്റ്റ് ക്ലൗഡ്സിന്റെ ഷേപ്പ് വരയ്ക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ചെറിയ ഫ്രെയിംസിൽ ഒരെണ്ണത്തിൽ ജസ്റ്റ് ചെരിച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, അങ്ങനെ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതിൽ കുറച്ച് ഗ്രിഡ് പാറ്റേൺസ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അവസാനത്തേതിൽ ജസ്റ്റ് കളർ മാത്രം.
നമുക്കിന് പേർപ്പിൾ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ആക്രിലിക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകും. സോ വീഡിയോയിൽ ഓൾറെഡി ഞാൻ അവിടെ ഇവിടെയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. റോസും ബ്ലൂ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് കിട്ടും. ഇനി ജസ്റ്റ് 6 പീസ് വരുന്ന പെയിന്റ് ആണെങ്കിൽ അതിന് റോസ് കളർ കാണില്ല. സോ റെഡും ബ്ലൂവും എടുത്താൽ മതി. കറക്റ്റ് എത്ര പ്രൊപ്പോർഷൻ എടുക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഷെയ്ഡും ഡിഫറെന്റ് ആവും. ഇവരുടെ ബ്രാൻഡിൽ തന്നെ ഇന്ത്യൻ റെഡ്, കോറൽ റെഡ്, ക്രിംസൺ റെഡ് അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. സോ മിക്സ് ചെയ്ത് നോക്കി തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ഷെയ്ഡ്സ് ഒന്ന് വൈറ്റ് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ്സും കിട്ടും. പിന്നെ ഈ പാസ്റ്റൽ ഷെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അതിൽ റോസ് മിക്സ് ആക്കിയാൽ മതി. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. എന്തായാലും ഡയലൂട്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ ആക്രിലിക് ഇല്ലെങ്കിൽ വാട്ടർ കളർ എടുത്താലും മതി. ഞാൻ എല്ലാം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ ഓഫ്ലൈനിൽ MRP എടുത്ത് വാങ്ങേണ്ടി വരും. സോ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു 30 രൂപയുടെ വാട്ടർ കളർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിന്റെ കോലം കണ്ടൊന്നും തോന്നണ്ട, പിള്ളേർക്ക് എൻ്റെ റൂമിൽ കയറിയാൽ ഓരോന്ന് വേണ്ടി വരും. അപ്പോൾ അവരെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താനായിട്ട് കൊടുക്കുന്നതാണിത്. ഇനി പെയിന്റ് കയ്യിലില്ല എന്നാലും പേടിക്കണ്ട, വഴിയുണ്ട്. സ്കെച്ച് ഉണ്ടല്ലോ, അതെടുത്ത് കവറിൽ അരച്ചു കൊടുത്ത് ഇത്തിരി വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. ഇനി ഇതിലും റെഡും ബ്ലൂവും മിക്സ് ആക്കിയ ഒരു ഷെയ്ഡ് കിട്ടും. ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ ഇത്രയും പണിയെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും കേട്ട് എവിടെയെങ്കിലുമൊക്കെ കാണും. എന്തായാലും വെക്കേഷൻ അല്ലേ, ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല ചുവന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അത് പേപ്പറിൽ അരച്ചാൽ മതി. നല്ല മജന്ത കളർ കിട്ടും. ബോണസ് ടിപ്പായി കൂട്ടിക്കോ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, സജഷൻസ് പറയുക. ഇനി അടുത്തത് ഏതെങ്കിലും തീമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പറ്റുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരാം. until then, bye bye.